ഞാൻ പാർട്ടിക്കാരല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കുറേ ആളെ പാർട്ടിക്കാരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരനാണ് ഈ പോരാളി ഷാജി. എനിക്ക് തന്നെ അറിയില്ല ഈ ഷാജി അങ്ങനെ ഒരു ഷാജി ഉണ്ടോ പോരാളി ഉണ്ടോ എന്ന് ആർക്കറിയാം. ഞങ്ങൾക്ക് ഇവരൊന്നായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പേരിൻ്റെ ആളാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പത്തിന് ഉത്തരവാദി എന്ന് പറയാൻ പറഞ്ഞില്ല. ഒറിജിനൽ കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. അതിൽ ഞങ്ങൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന പ്രശ്നമില്ല. നമസ്കാരം. കാഫിർ വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി പ്രതികരിച്ചത് UDF-നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. KK ലതിക വിവാദ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് ശരിയായില്ലെന്ന KK ശൈലജയുടെ പരാമർശം പോലും MV ഗോവിന്ദൻ തള്ളുന്നു. താൻ പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് പറയുന്നു അദ്ദേഹം. റിബേഷിന് സ്ക്രീൻഷോട്ട് നൽകിയത് ആരാണ് എന്ന് പാർട്ടി ചോദിച്ചറിയും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവർ. ആദ്യം നിയാസിലേക്ക്. നിയാസ്, ഇന്നത്തെ ഗോവിന്ദൻ മാസ്റ്ററുടെ വിശദീകരണം നിങ്ങൾക്ക് തൃപ്തികരമാണ്? കേരളത്തിലെ ഗോവിന്ദൻ മാസ്റ്ററുടെ വിശദീകരണം കേരളത്തിൽ ആർക്കാണ് തൃപ്തികരം ആവുന്നത്? ഇതുപോലെ ഒരു വിവാദമായ ഒരു കാര്യം കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും മ്ലേച്ഛമായ ഒരു വാദവുമായല്ലേ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി കടന്നു വന്നിട്ടുള്ളത്? ഇതാണോ പാർട്ടിയുടെ നിലപാട്? കാലാകാലങ്ങളിൽ പാർട്ടി എടുത്ത നിലപാട് ഇങ്ങനെയായി നമുക്ക് അധപ്പതിക്കാൻ പറ്റുമോ? ഞങ്ങളിവിടെ പറയുന്നത്, ഇവിടെ ഇപ്പോൾ എന്താണ് ഗോവിന്ദ മാഷ് പറയാൻ ശ്രമിച്ചത്? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇത് ഒറ്റ തിരിഞ്ഞ് ഈ കാഫർ പ്രയോഗം മാറ്റരുത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് മൊത്തം വടകരയിൽ തെരഞ്ഞെടുപ്പ് മൊത്തം ഒരു വിഭാഗീയവൽക്കരിക്കാൻ ശ്രമിച്ചത് UDF ആണ്. അതിൻ്റെ കാരണ സഹിതം അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുന്നു കാഫർ മാത്രമായി ഒറ്റ തിരിഞ്ഞ് പറയാൻ സാധിക്കില്ല എന്ന്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസമാണ് ഇങ്ങനെ ഒരു പ്രയോഗം വരുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് മറുപടി പറയാനുണ്ട്. നമ്മുടെ ഷാഫി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വന്ന ഉടനെ തലശ്ശേരി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചത് എന്താണ്? മുസ്ലിം പക്ഷ നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിയാണ് ഷാഫി. അതാരാ പറഞ്ഞത്? ഞങ്ങളതിനെക്കുറിച്ച് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം നിരന്തരമായി മുസ്ലിം മതങ്ങൾക്ക് എതിരായി നിലപാടെടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചതും തുടങ്ങിയതും ആരാണ്? പാർട്ടി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി KK ശൈലജ എന്ന് പറയുന്ന ശൈലജ ടീച്ചർ എന്താ പറഞ്ഞത്? എനിക്കെതിരെ മോശമായ വീഡിയോയും ഫോട്ടോയും പ്രചരിപ്പിക്കുന്നുവെന്ന്. വീഡിയോ എവിടെ കണ്ടു? നമ്മൾ കണ്ടില്ലല്ലോ. ഫോട്ടോ നമ്മൾ കണ്ടില്ലല്ലോ. അപ്പം പറഞ്ഞ് വീഡിയോയും ഫോട്ടോയും അശ്ലീലപരമല്ല, മറ്റു രീതിയിലുള്ള പദപ്രയോഗങ്ങളാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കേസെടുക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തു പറയാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ചീളിയപ്പോഴാണ് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു 17 കേസെടുത്തു UDF പ്രവർത്തകരെ 17 കേസെടുത്തു ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. അതാണ് ഞാൻ പറയാൻ പോണത്. ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ MSF-ൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഉപയോഗിക്കുന്ന 2 ഫോണുകളും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, SP എടുത്ത് പോകുന്നു. എന്നിട്ട് പറയുന്നു എൻ്റെ ഫോണിൽ നിന്നാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നു. ഇതാ എൻ്റെ ഫോണ്, പരിശോധിക്കണം. പോലീസ് പരിശോധിച്ചോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് പരിശോധിച്ചോ? ഒടുവിൽ അദ്ദേഹം തന്നെ നേരെ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി അതിശക്തമായ നിലപാടെടുത്ത് സർക്കാരിനും പോലീസിനും കൈയൊഴിയാൻ കഴിയാത്ത രീതിയിൽ കൂട്ടിക്കെട്ടിയപ്പോൾ മാത്രമാണ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ അകഞ്ചുരുകൾ പുറത്തേക്ക് വരുന്നത്. ഒടുവിൽ പോലീസ് കണ്ടെത്തിയല്ലോ ഇത് ഈ MSF-കാരനും UDF-കാരനും ചെയ്തതല്ല, മറിച്ച് റബേഷ്. ആരാണ് റബേഷ്? സാധാരണ ഒരു പ്രവർത്തകനാണോ? അല്ലെങ്കിൽ പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ് കഴിയൊഴിയാൻ പറ്റുന്ന ആളാണോ? DYFയുടെ വടകരയിലെ നിയോജകമണ്ഡലം പ്രസിഡന്റ്. മാത്രമല്ല CPM-ൻ്റെ പാർട്ടി അംഗമാണ്. അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇന്ന് DYF-കാരൻ വന്നല്ലോ. എന്താ പറഞ്ഞത്? അങ്ങനെയല്ല, ഇത് പുറത്തറിയാൻ വേണ്ടി പറഞ്ഞതാണ്. വ്യാജ പ്രചരണം പുറത്തറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും വ്യാജ പ്രചരണം തന്നെയല്ലേ. എന്തേ ലതികയുടെ പേരിൽ നടപടിയെടുക്കാത്തത്? ലതിക ചെയ്ത് തെറ്റാണെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അതും പറഞ്ഞ ലതിക ഇത് പുറത്തറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇല്ലാ കഥകൾ ഉണ്ടാക്കി, കള്ളക്കഥകൾ ഉണ്ടാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളാണ് എന്ന് തെളിഞ്ഞപ്പോൾ ജാള്യതയുമായി കൊണ്ട് മുന്നോട്ട് വരികയാണ്. നടപടിയെടുക്കണം, ലതികയുടെ പേരിൽ നടപടിയെടുക്കണം, അതുപോലെ റിബേഷിൻ്റെ പേരിൽ നടപടിയെടുക്കണം. ഇവിടെ വളരെ വ്യക്തമല്ലേ ജൂസേ? ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താ കാര്യം?
കറക്റ്റായിട്ട് മനസ്സിലായി. ഇത് റബേഷും ആണ് ഒന്നാമത് വന്നത്. രണ്ടാമത് വന്നത് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, അതുപോലെ റെഡ് ബറ്റാലിയൻ തുടങ്ങിയ 4 or 5 ആയിക്കോട്ടെ. തുടങ്ങുന്നതിന് മുമ്പോ പിമ്പോ വന്നത് റബേഷാണല്ലോ. റബേഷ് എവിടെ നിന്ന് കിട്ടി? വളരെ എളുപ്പമല്ലേ. ഒരു ഞങ്ങളെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സാധനം വന്നുവെങ്കിൽ അത് ഇന്ന ആളാണ് വന്നത്, എൻ്റെ ഫോണിൽ നോക്കൂ, വേണ്ട, അത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതിയല്ലോ. നമ്മളൊക്കെ മൊബൈലും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ, നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരല്ലേ. നമുക്ക് ആ ഒരു സോഴ്സ് പുറത്ത് പറയാൻ എന്താ മടി? പോലീസ് ഹൈക്കോടതി പറഞ്ഞതാണല്ലോ. റബേഷ് വ്യക്തമാക്കുന്നില്ല. എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല? മുസ്ലിം ലീഗാണ്, കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈബർ സഹാക്കളാണ്, അല്ലെങ്കിൽ UDF സൈബർ സഹാക്കളാണ്, പറയാമല്ലോ. നിയാസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കാര്യത്തിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ച് കേസെടുക്കുന്നില്ല, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി, അതല്ല ഇത്തരം പ്രചാരണങ്ങളെ ശരിയല്ല എന്നുള്ളതാണ്? ഞങ്ങൾ പറയുന്നത് ഈ പ്രചാരണങ്ങളെക്കുറിച്ചല്ല. ഇത് ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി വോട്ട് പോളിംഗിൽ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് ഒരു 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും എന്താ പറയുക 2 ചെന്നായ്ക്കളെ കൊണ്ട് അല്ല 2 ആട്ടുകുട്ടികളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ ചോര കുടിക്കുന്ന ചെന്നായിയുടെ സ്വഭാവമാണ് CPM കാണിച്ചത്. നിയാസ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വടകരയിൽ പ്രചരിച്ച ഒരു ചിത്രം, വടകരയിലെ CPM സ്ഥാനാർത്ഥിയെ ടീച്ചറമ്മ എന്നല്ല ബോംബമ്മ എന്നാണ് വിളിക്കേണ്ടത് എന്നൊരു പ്രസ്താവന കാന്തപുരം AP ബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ വെച്ച് പ്രചരിച്ചു. മാധ്യമങ്ങൾ അത് ഫാക്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുവന്നു. ഇത് ചെയ്തത് ആരായിരിക്കും? ഇതും ഈ പറയുന്ന ഈ കാഫർ സ്ക്രീൻഷോട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? 17 അജിംസെ തെറ്റുകളെല്ലാം തെറ്റുകളാണ്. UDF തെറ്റ് ചെയ്താലും BJP തെറ്റ് ചെയ്താലും CPM തെറ്റുകൾ ചെയ്താൽ എന്താ CPM ചെയ്ത തെറ്റുകൾ തെറ്റല്ലാതാവുന്നത്? അങ്ങനെ എന്തെങ്കിലും പരാതികൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നോ UDF ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ഞങ്ങളതിൽ ന്യായീകരിക്കില്ല. ഞങ്ങൾ അത്തരത്തിലുള്ള ആരെങ്കിലും കൃത്രിമമായി കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്. ഞങ്ങളിപ്പോൾ റബേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഇതിൽപ്പെട്ട ആരെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിൻ്റെ MSFൻ്റെ ചെറുപ്പക്കാരനെ പോലും ഞങ്ങൾ പറയുന്നത് എന്താ, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ഞങ്ങൾ ഇതേ കുറ്റക്കാരനാണെങ്കിൽ അത് പോലീസ് ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങളത് അംഗീകരിക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഇപ്പം ഞങ്ങൾ ചോദിക്കട്ടെ, 17 കേസെടുത്തല്ലോ. 17 കേസെടുക്കുമ്പോൾ അതിനേക്കാളും ചെറിയ കേസല്ലല്ലോ ഇത്, അതിനേക്കാളും ലാഘവമുള്ള കേസല്ലല്ലോ ഇത്. ആ കേസിൽ എന്തേ ലതികയിലേക്ക് എത്താത്തത്? ലതികയ്ക്ക് എങ്ങനെ കിട്ടി? ആരാണ് ലതികയ്ക്ക് ഷെയർ ചെയ്തത്? എങ്ങനെയാണ് റബേഷ് ഷെയർ ചെയ്യാൻ കാരണം? റബേഷിന് എങ്ങനെ കിട്ടി? DYFI സർക്കിളിൽ പോകുന്നു. ഇതെന്താ DYFI സർക്കിളിൽ മാത്രം കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഒരു സാധനം, UDF ഉണ്ടാക്കിയ സാധനം അവിടെ സർക്കിളിൽ മാത്രം പ്രചരിപ്പിക്കുന്നത്? ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ലതിക എന്തുകൊണ്ട് അത് പിൻവലിച്ചില്ല? തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇത് CPMൻ്റെ സൈബർ സഖാക്കൾ എന്തുകൊണ്ട് തെറ്റായിപ്പോയി എന്ന് എത്ര വാർത്തകൾ ഈ മീഡിയ വണ്ട് തന്നെ എത്ര വാർത്തകൾ തെറ്റാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ തിരുത്താറുണ്ടല്ലോ. എന്തേ അവർക്ക് തിരുത്താൻ മടി? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവിടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നില്ല? മുഖ്യമന്ത്രിയുടെ പോലീസാണല്ലോ പറഞ്ഞത്, ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ പറഞ്ഞതല്ലല്ലോ. എന്താ പറഞ്ഞത്? ഹൈക്കോടതിയിൽ പറഞ്ഞത്. എങ്ങനെ പറയേണ്ടി വന്നത്? ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ടല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എത്ര സമരങ്ങൾ SP ഓഫീസിലേക്ക് നടത്തി, എത്ര സമരങ്ങൾ പൊതുസമൂഹത്തിൽ നടത്തി. എന്തേ ആ സമരം നടത്തിയപ്പോൾ ഇപ്പോഴും അവർക്ക് ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സോഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒറിജിനേഷൻ എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് അത് കണ്ടുപിടിക്കാൻ എന്താ നമ്മുടെ സൈബർ സഹാക്കൾ അത്ര മോശക്കാരാണോ? എന്തെല്ലാം ക്രൈമുകൾ ഈ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തേണ്ടതില്ല. ഇതുപോലെയുള്ള ഉഡായിപ്പുകളുമായി ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലും വരും. ഇതാണ് ഞങ്ങളുടെ ജയിക്കാനുള്ള മുഖമുദ്ര എന്ന് വ്യക്തമാക്കുന്ന കാര്യമല്ലേ. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും സഖാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ ഏതെങ്കിലും പോലീസ് ഞങ്ങൾക്കെതിരെ എടുത്തപ്പോൾ ഞങ്ങൾ 2 ചെറുപ്പക്കാർ, കോഴിക്കോട് 2 ചെറുപ്പക്കാർ ഒരു മാവോയുമായി ബന്ധപ്പെട്ട് ഒരു അർബൻ നക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുതിര കുത്തിയതിൻ്റെ കാരണം എന്താ? അവരെ വീട്ടിൽ നിന്നും അവരുടെ കൈവശത്തു നിന്നും കുറച്ച് അവരുടെ ലഘുലേഖകൾ കിട്ടി. ആ ലഘുലേഖ കിട്ടിയപ്പോൾ എന്താ? ശ്രീ അരുൺകുമാർ, ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് CPM ഒരു ബന്ധവുമില്ല, ആരാണ് അത് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കട്ടെ എന്നാണ്. കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇതേ ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്
ഇതിൻ്റെ ഏറ്റവും ആദ്യം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായി കണ്ട റിബേഷിനോട് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അതാരാണ് എന്ന് വെളിപ്പെടുത്താൻ, തനിക്ക് അതാരാണ് നൽകിയതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് പോലീസിന് ഇത്ര നാളായിട്ടും, ഈ ഏപ്രിൽ മുതൽ ഇപ്പോൾ ഓഗസ്റ്റ് വരെ ഇത്രയും നാളായിട്ടും അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു, പക്ഷേ അത് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും. ഈ റിബേഷിന് പാർട്ടിയോട് പറഞ്ഞാൽ പോലെ എനിക്ക് ആരാ തന്നതെന്ന്, അപ്പോൾ ഈ പ്രശ്നം തീരില്ലേ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ നിരവധി തവണ വാർത്തകൾ സംപ്രേഷണം ചെയ്തിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മീഡിയ വൺ ചാനൽ അത് തിരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുണ്ടായി. ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിങ്ങൾ ചില വാർത്ത സംപ്രേഷണം ചെയ്തു. നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡ്. അതിൽ ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇപ്പോൾ താങ്കൾ കോട്ട് ചെയ്ത റിബേഷ് ഇത് നിർമ്മിച്ചു, അതായത് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു, അങ്ങനെ നിർമ്മിച്ചത് അദ്ദേഹം വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് തന്നെ നിങ്ങൾ ചർച്ച നടത്തി. അത് ശരിയായ വിവരമാണോ? അങ്ങനെ നിർമ്മിച്ചതായി കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടോ? ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ താങ്കൾക്ക്? ഈ നിങ്ങൾ ഈ നിർമ്മിച്ചു എന്ന് പറയുന്ന സാധനം പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടയാൾ, നിങ്ങളുടെ ഏറ്റവും അത് ഞാൻ കേട്ടിട്ട് ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ? അല്ല അരുൺകുമാർ, അത് ഞാൻ കേട്ടിട്ട് മറുപടി പറഞ്ഞാൽ പോരെ? അല്ലല്ല, അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ കേട്ടിട്ടില്ല. പല വാർത്തകൾ ഇവിടെ വരുമ്പോഴും പല വാർത്തകളും തെറ്റ് വരാറുണ്ട്, അത് തിരുത്താറുണ്ട്. ഇത് ഞാൻ കേട്ടിട്ട് മറുപടി പറഞ്ഞാൽ പോരെ? ഞാൻ കേൾക്കട്ടെ ആദ്യം. നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ കേട്ടിട്ട് മറുപടി പറയാം. അരുൺകുമാറിനെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് ഞാൻ തീരുമാനിക്കും. അല്ലെന്നേ, ഞാനത് കേട്ടിട്ട് അരുൺകുമാറിനെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറയാം. ഞാനിത് പറയാം. ഓക്കെ, പേഴ്സണൽ ആയിട്ടല്ല, നിങ്ങൾ പേഴ്സണൽ ആയിട്ടല്ലല്ലോ ഇത്തരം ചർച്ച നടത്തിയത്. അല്ലെന്നേ, ഞാൻ കേൾക്കട്ടെ അരുൺകുമാർ. ഞാൻ കേട്ടു എന്ന കാര്യം അങ്ങോട്ട് പറയാമെന്നാ പറഞ്ഞത്. ഞാനത് കേട്ടിട്ട് ഞാൻ കേട്ടു എന്ന കാര്യം പറയാമെന്നാണ് ഞാൻ കേൾക്കട്ടെ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ, എന്റെ സമയമല്ലേ? ഓക്കെ, നിങ്ങൾ ചർച്ച നടത്തുന്നത് ഇതങ്ങ് CPM തന്നെ അങ്ങ് നിർമ്മിച്ചു, അങ്ങനെ അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന രൂപത്തിലാണ്. ബഹുമാനപ്പെട്ട കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം കൃത്യമായി നടക്കുകയാണ്, ഇന്ന സാക്ഷികളെ ചോദ്യം ചെയ്തു, ആ സാക്ഷികളിൽ നിന്ന് വന്ന മൊഴി ഇന്നതൊക്കെയാണ്, ഇന്ന ആളുകളുടെ ഫോണുകൾ ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്, ആ ഫോൺ കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായി മെറ്റയെയും ഫേസ്ബുക്കിനെയും ചേർത്തിട്ടുണ്ട്. ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് എവിടെ നിന്നാണ്, ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത് ആരാണ് എന്ന് കണ്ടെത്താൻ ഫേസ്ബുക്കിനും മെറ്റയ്ക്കും സാധിക്കും. അവിടെ അവര് അന്വേഷണത്തോട് സഹകരിച്ച് റിപ്പോർട്ട് വന്നിട്ടില്ല, അത് വന്നാൽ കൃത്യമായിട്ട് ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന് കോടതി ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു. അതുകൊണ്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയായി ഈ അന്വേഷണം തുടങ്ങിയത് എങ്ങനെയാണ്? ഈ അന്വേഷണം ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ് അരുൺകുമാർ? അന്വേഷണം സർക്കാർ സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ചാണോ? അതല്ല ആരെങ്കിലും പരാതിയിലാണോ? അല്ല, ഇത് അതിൽ ഇരയായ വിക്ടിമായ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ വിക്ടിമായ അയാൾ കോടതിയിൽ പോയിട്ടാണ് അന്വേഷണം നടക്കുന്നത്. കേൾക്കണം, താങ്കൾക്ക് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക. 410 ക്രൈം നമ്പർ 410/2024 വടകര പോലീസ് സ്റ്റേഷൻ LDFന്റെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തപ്പെട്ട സഖാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ്. ആ കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടയാൾ കൊടുത്ത പരാതി ക്രൈം നമ്പർ 411/2024 രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസ്. രണ്ട് കേസും സൈമൾട്ടേനിയസ് അന്വേഷണം നടക്കുന്നു. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ പ്രതിയില്ലാത്തത്? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ പ്രതിയില്ലാത്തത്? ആദ്യത്തെ കേസിൽ മാത്രം പ്രതി ഉണ്ടാവുന്നത്? അത് കൃത്യമായി കേസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം മുന്നോട്ട് പോകുന്നു, സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യുന്നു. ഈ പറയുന്ന കാസിമിനെതിരെ കേസെടുക്കാൻ ഒരു അന്വേഷണം ആവശ്യമുണ്ടായിരുന്നില്ല അരുൺകുമാർ. കാസിമിനെതിരെ ഈ പോലീസിന് കേസെടുക്കാൻ അന്വേഷണത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇതിൽ 6 മാസത്തെ അന്വേഷണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഇത് 6 മാസത്തെ ഒന്നല്ല പറയാം. ഇവിടെ AKG സെന്റർ ആക്രമിച്ചപ്പോഴും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ചപ്പോഴും എല്ലാം ഇതേ രൂപത്തിൽ CPMനെ അക്യൂസേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾ മാസങ്ങൾ ചർച്ച നടത്തി. അങ്ങനെ ചർച്ച നടത്താൻ പോലുമുള്ള അവസരം കൊടുക്കാതെ കാസിമിനെതിരെ കേസെടുത്ത പോലീസാണിത്. ഒരു നിമിഷം അരുൺകുമാർ, അങ്ങനെ ചർച്ച നടത്താൻ പോലും ഒരു അവസരം കൊടുക്കാതെ കാസിമിനെതിരെ കേസെടുത്ത പോലീസാണിത്. മിസ്റ്റർ, ഒരു മര്യാദ കാണിക്കണം. ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി ഒരു വാചകം മുഴുപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ഇടപെടരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ചർച്ച നടത്തിയാൽ മതി. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് സമയം തന്നെ പറഞ്ഞോളൂ. അതായത് പരാതി കിട്ടുന്നു, പരാതി പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു, അതിന്റെ അന്വേഷണം നടക്കുന്നു. അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളുടെ ഭാഗമായി ഫോറൻസിക് പരിശോധനയും എക്സ്പെർട്ട് പരിശോധനയും എല്ലാം നടന്ന് മുന്നോട്ട് പോകുന്നു.
അതിപ്പോ ഹൈക്കോടതി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറയുന്നു. ഇതുവരെ നടന്ന അന്വേഷണം കൃത്യമായി അവിടെ ഫയൽ ചെയ്യുന്നു. പിന്നെ അന്വേഷണത്തിൽ അതെവിടെ ഇതെവിടെയെന്ന് ഇതിന്റെ അന്തിമ കുറ്റപത്രം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ 2 കേസ് നേരത്തെ കോട്ട് ചെയ്തത് ഇതിന്റെ ഇടയിലും മാധ്യമങ്ങൾ നിരവധി ട്രയൽ നടത്തി ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞാൻ ഉൾപ്പെടെ CPM-ന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതെന്താ അന്വേഷിക്കാത്തത്, ഇതെന്താ ഇപ്പൊ പറയാത്തത്, ഇതെന്താ റിപ്പോർട്ട് വരാത്തതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്വേഷണമാണ്, പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ല, ചിലത് കുറച്ചുകൂടെ കഴിയണം, ആധികാരികമായിട്ടുള്ള വിവരം കിട്ടണം, സോഴ്സ് ഇപ്പൊ തന്നെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും. അന്തിമ കുറ്റപത്രം വന്നല്ലോ. യഥാർത്ഥത്തിൽ പ്രതിയെ പിടിക്കുന്ന സാഹചര്യം നേരത്തെ ചാനലുകൾ ചർച്ച ചെയ്ത പല കേസുകളിലും വന്നല്ലോ. AKG സെന്റർ ആക്രമിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾ പിടിച്ചല്ലോ. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം പ്രതികളെ പിടിച്ചല്ലോ. ഇപ്പൊ ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് പേർക്ക് കള്ളവോട്ടുണ്ടാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് CJM കോടതി പറഞ്ഞല്ലോ, അതിന്റെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. ഏത് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. അന്വേഷണത്തിന് പല ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അന്വേഷണം തീരില്ല. അതിൽ പ്രതികൾ വരും. ചില പ്രതികളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയവർ കൂടുതൽ സാക്ഷികളായി മാറും, സാക്ഷികൾ പ്രതികളായിട്ട് മാറും. അതെല്ലാം പെറോഗേറ്റീവ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അതിനെ നിയന്ത്രിക്കാനോ നിർണ്ണയിക്കാനോ നിർദ്ദേശിക്കാനോ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കോ സ്ഥാനമില്ല. അന്വേഷണം നടക്കട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ, ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല. കൃത്യമായി ഈ 4-5 പാരഗ്രാഫ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. ഏതൊക്കെ സാക്ഷിയെ ചോദ്യം ചെയ്തു, ആരുടെയൊക്കെ മൊബൈൽ ഫോൺ എടുത്തു, ആരുടെയൊക്കെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു. അന്വേഷണം പൂർത്തീകരിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. അഭിഭാഷകനായിരുന്നു ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയല്ല. ഈ ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അതെനിക്ക് പറയാൻ നിവൃത്തിയില്ല. അയാളാണ് ഇത് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത് പോലീസ് കണ്ടെത്തിയ ആളോട് പറയാണ് നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, എനിക്കറിയില്ല, പറയാൻ കഴിയില്ല, അറിയില്ല എന്നല്ല, എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പോലീസ് എന്താണ് ചെയ്യുക? സാധാരണ അത് ആ വാചകത്തിനൊരു പ്രശ്നമുണ്ട്. സാധാരണ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നിരവധി വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളായിരിക്കും. അതുപോലെ നിരവധി ഗ്രൂപ്പുകൾ, വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈൽ അല്ലാതെ തന്നെ ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും. ഇതൊക്കെ ഓരോ സമയത്തും നമ്മൾ ആ ഗ്രൂപ്പുകൾ എടുത്ത് പരിശോധിക്കുന്നില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഗ്യാലറിയിൽ നിന്ന് ചില ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ ആധികാരികമാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഏറ്റവും ആദ്യം കിട്ടിയത് എന്ന് ഓർത്തെടുത്ത് പറയാൻ ചിലർക്ക് കഴിഞ്ഞൊന്നിരിക്കില്ല. സാധാരണ പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതും ആ വാക്കിലും വാചകത്തിലും വീഡിയോയിലും പോസ്റ്റിലും എല്ലാം ഉത്തരവാദിത്തം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് തന്നെ വേണം. പക്ഷേ ചിലപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ സറണ്ടർ ചെയ്യല്ലേ, മൊബൈൽ ഫോൺ പരിശോധിച്ചോളൂ, നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് കണ്ടെത്തിക്കോളൂ. അല്ലല്ല, സബ്മിറ്റ് ചെയ്യല്ലേ, ഇത് CC ചെയ്യാണ് ചെയ്തത്. രണ്ടും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. മറ്റൊരു കാര്യം, എനിക്ക് ഓർമ്മയില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ്. അല്ല, റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നത് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല രജീഷ്, കുഡ് നോട്ട് റിവീൽ ഫ്രം വെയർ ഹി ഒബ്റ്റൈൻഡ് ദ കമ്മ്യൂണൽ പോസ്റ്റ് എന്ന് തന്നെയാണ്. നുണ പറയണമെന്നില്ല, കൃത്യമായിട്ടുള്ള വാചകം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. വെളിപ്പെടുത്തിയില്ല, പുള്ളിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം പോലീസ് അന്വേഷിച്ചോട്ടെ. രണ്ടാമത്തെ കാര്യം, ഹാജരാക്കിയാലും രബീഷ് കുഡ് നോട്ട് റിവീൽ എന്നല്ല പറഞ്ഞത് അരുൺകുമാർ, അത് മുറിച്ച് പറയല്ലേ. കുഡ് നോട്ട് റിവീൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, ആദ്യം അവസാനം വരെ വായിക്കേ. അല്ല, അങ്ങ് വായിക്കേ, എന്റെ ഇപ്പൊ റിപ്പോർട്ടില്ല. വായിച്ചോ? അല്ല, അങ്ങ് വായിക്കേ, ആദ്യം മുതൽ അവസാനം വരെ വായിക്കേ. കുഡ് നോട്ട് റിവീൽ അവിടെ മാത്രം. Yes, on 36/2024, the statement of Ribesh, son of Ramakrishnan, was recorded as witness number 22 and examined his Redmi Note 7 mobile phone. On verification of his mobile phone, it is revealed that the communal post was posted by him in the WhatsApp group of Red Encounters on 25/4/2024 at 2:30 p.m. On interrogation, Ribesh could not reveal from where he has obtained the communal post. Following the statement, ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത് റിവീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇടപെടലേ. ഒരു മിനിറ്റ്. Following the statement, seized the mobile phone, ഹാജരാക്കിയതാൽ seized the mobile phone of Ribesh and sent it to District Forensic Science Laboratory Kozhikode through Honorable JFCM Court Vadagara for examination. 1. Whether the post was created by him. 2nd. Whether it was downloaded and if to be provided the detail etc. അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ, അദ്ദേഹത്തിന് എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയത് എന്നുള്ള സത്യം തിരിച്ചറിയാൻ കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്ക് ഇത് വിട്ടിരിക്കുകയാണ്. അരുൺകുമാർ, ഒരൊറ്റ ദിവസമാണ് ഈ സാധനം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒറ്റ ദിവസം, പല ദിവസങ്ങളിലായിട്ടോ പല കാലങ്ങളിലായിട്ടോ അല്ല, ഒറ്റ ദിവസം സ്വന്തം ഫോണിൽ ലഭിച്ച ഒരു കാര്യം
അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ആ ദിവസം കിട്ടിയത് എന്നാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വിശ്വസിക്കുമോ? അല്ല, അതൊക്കെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവിടെ പോയി വിധി എഴുതേണ്ട കാര്യമല്ല. അതിന്റെ കാര്യകാരണ സഹിതങ്ങൾ കണ്ടുപിടിക്കാനുള്ള അന്വേഷണ സംവിധാനം ഇവിടെ ഉണ്ട്. അത് അന്വേഷിക്കട്ടെ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച 2 കേസ് റെഫർ ചെയ്തത് നമ്മൾ ഇങ്ങനെ കുറെ കാര്യകാരണങ്ങൾ കണ്ടുപിടിച്ചിരുന്നല്ലോ നേരത്തെ. ഇതൊന്നും ശരിയല്ലെന്നും സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. കോടതിയുടെ സർവൈലൻസിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ ഇതിന്റെ കേസിന്റെ പരിശോധനയും പരിഗണനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി പറഞ്ഞില്ലേ, അന്വേഷണം കൃത്യമായി പോട്ടെ, ഒരു തരത്തിലും ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ എടുക്കില്ല. സമൂഹത്തിൽ വിള്ളലുണ്ടാകുന്ന, വിഘടനവാദം ഉണ്ടാകുന്ന ഒരു ഇടപെടലും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അത് കൃത്യമായി ആധികാരികമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ കെ എം ഷാജി, ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് ഈ പറയുന്ന ഇത് ആര് ചെയ്താലും അവർ നമ്മളിൽ പെട്ടവരല്ല എന്നാണ്. പക്ഷേ റിബേഷ് DYFയുടെ പ്രാദേശിക നേതാവാണ്. റിബേഷിനെ തള്ളി പറയുന്നില്ല, കാരണം റിബേഷിനെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ UDF ചെയ്യുന്നു എന്ന പേരിൽ അത് സഖാക്കളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്താവാം. അങ്ങനെയാവാമല്ലോ. അങ്ങനെയും ഒരു സംശയത്തിന് ആനുകൂല്യം റിബേഷ് കൊടുത്തുകൂടെ? അല്ല, ഇതിന് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒരു കണ്ടന്റ് കിട്ടുന്നു. അപ്പോൾ അത് വളരെ കമ്മ്യൂണൽ പോസ്റ്റാണെന്നാണ് ഈ പോലീസ് ഇപ്പോൾ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലും പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം അത് രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, മാധ്യമ പ്രവർത്തകരാകട്ടെ, മറ്റാരുമാകട്ടെ, നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. വലിയൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിലുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഭയങ്കരമാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ, ഇതിന് വലിയൊരു ഡാമേജ് ഉണ്ടല്ലോ. കാരണം ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള പുരോഗതി കോടതി അറിയിക്കുന്ന ആ റിപ്പോർട്ടിൽ പോലീസുകാർ തന്നെ പറയുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശം ആര് ചെയ്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇലക്ഷനിൽ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതിനൊപ്പം തന്നെ സാമുദായികമായി ഭിന്നിപ്പിക്കുക, അങ്ങനെ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ സംശയത്തിന് നിഴൽ നിർത്തിക്കൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കുൽസിത ബുദ്ധിയുണ്ട്. അത് LDF ചെയ്തോ UDF ചെയ്തോ എന്നുള്ളത് നേരത്തെ അരുൺകുമാറൊക്കെ പറഞ്ഞതുപോലെ പോലീസ് അന്വേഷിക്കട്ടെ, അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണല്ലോ നല്ല കാര്യം. പക്ഷേ ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ, ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങളില്ലേ. ഒരേ ദിവസം തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് ഒരേ കണ്ടന്റ് സഞ്ചരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തു നിന്നായി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരേ സമയത്ത് തന്നെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ ദിവസം, ഇതിൻ്റെ സമയം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം 2 കേസുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒന്ന്, ആ പ്രദേശത്തുകാരനായിട്ടുള്ള MSFന്റെ നേതാവായിട്ടുള്ള ഒരാളുടെ പേരിൽ അദ്ദേഹം പ്രചരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ സമുന്നതനായ ഒരു പ്രാദേശിക നേതാവ് കേസ് കൊടുക്കുന്നു. ആ കേസിൽ പ്രതിയാക്കപ്പെട്ട മനുഷ്യൻ രണ്ടാമത് കൊടുത്ത കൗണ്ടർ കേസിൻ്റെ മുകളിലാണ് ഈ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി കൊണ്ടുവരേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മളിത് ഇയാൾ രണ്ടാമത് ഈ കേസിന് പോയിട്ടില്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മളടക്കം ചർച്ച ചെയ്ത താങ്കളായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളടക്കം എല്ലാവരും ആ മനുഷ്യനെ, ആ MSF-കാരനായ മനുഷ്യനെ സംശയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈ രാജ്യം ഇസ്ലാമോഫോബിയയുടെ കാര്യം നമുക്ക് ആർക്കും, ഈ പാനലിരിക്കുന്ന ആളുകൾക്കോ ചർച്ച നയിക്കുന്ന താങ്കൾക്കോ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ രാജ്യത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ അയാളെ അങ്ങേയറ്റം ഹീനമായ ഒരു വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചന അവിടെ നടന്നിട്ടില്ലേ? അപ്പോൾ ആ കാര്യത്തിന് നമുക്ക് അങ്ങനെ ഗൗരവമല്ലാതെ തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് സംശയത്തിൻ്റെ കുറേ മുനകൾ, ആരോപണങ്ങളുടെ മുനകൾ കേരളത്തിലെ CPM-ന് നേരെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേരെയും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് നേരെയും അതിൽ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് എതിരെ ഉയരുമ്പോൾ നമ്മൾ നോക്കുക, ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം അത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, ന്യൂനപക്ഷ മതവിഭാഗങ്ങളും ജനങ്ങൾക്ക് പതുക്കുന്നു, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനത്തിനും ഭരണ സംവിധാനത്തിൻ്റെയും രീതികളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കത് കയ്യില്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ കുറേ കൂടി ഇതിന് പൂർണ്ണമായും ഇതിൽ അന്വേഷണത്തോട് സഹകരിക്കും. അങ്ങനെ സഹകരിക്കുന്ന ഒരു സാഹചര്യം വരികയായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംശയത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ DYFI നേതാവ് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പോലീസുമായിട്ട് സഹകരിക്കണ്ടേ? അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ ഇതിലൊരു ഉദ്ദേശശുദ്ധിയും നിരപരാധിത്വവും പുറത്തു വരികയുള്ളൂ. ഇതൊന്നും ചെയ്യാതെ നമ്മൾ കേവലമായ കുറേ യുക്തികളുടെ മുകളിൽ, കേവലമായ കുറേ സാങ്കേതികത്വങ്ങളുടെ മുകളിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർക്കത് വിശ്വസിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ വരും.
ഇതിലൊരു വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് സമാനമായിട്ടുള്ള രീതികൾ ഒരു സംഘപരിവാറിന്റെ മെത്തഡോളജിയാണ്. ദേശവ്യാപകമായി സംഘപരിവാറുകാർ ഇത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കേരളത്തിൽ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ആരോപണം CPM-നെ പോലെ ഒരു മതേതര ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും CPM എന്ന് പറയുന്ന പാർട്ടി എന്നത് പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് CPM-നോട് മറ്റു പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിന്റെ മുകളിൽ ഈ നിമിഷത്തിൽ പോലും അന്വേഷണത്തിലൂടെ പോലീസോ സംവിധാനങ്ങളോ അതിന് സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അതൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു കാര്യം. കാരണം ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത മറ്റേത് കാര്യത്തിലും കൊലപാതക രാഷ്ട്രീയം കേരളത്തിലുണ്ടായിട്ടുണ്ട്, അക്രമ രാഷ്ട്രീയം കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആസൂത്രിതമായി ഒരു ന്യൂനപക്ഷ സമുദായത്തിലുള്ള കുറേ ആളുകളെ സംശയത്തിന് മുന്നിൽ നിർത്തുക, അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായ പൊതുപ്രവർത്തകനെ കുറ്റാരോപിതരാക്കി ഒരു വർഗീയമായൊരു പ്ലോട്ട് രൂപീകരിച്ചതിൻ്റെ ആളായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. നമ്മൾ നോക്കുക, നമ്മളൊക്കെ ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിൻ്റെ കാലഘട്ടത്തിൽ വളർന്നു വന്ന മനുഷ്യന്മാരാണ്. ആ കാലഘട്ടത്തിൽ രാജ്യത്തുണ്ടായിട്ടുള്ള എത്രയെത്ര വ്യാജ നിർമ്മിതികൾ, ഇതുപോലുള്ള നിസ്സാരമായ സംഭവങ്ങൾ, എത്രയെത്ര വർഗീയ കലാപങ്ങൾക്ക് തീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയില്ലേ? ഇപ്പോൾ ഈ ഭീഷ്മ സാഹ്നിയുടെ തമസ് എന്ന് പറയുന്ന നോവൽ ഒരുപാട് കാലം കേരളത്തിൻ്റെ അതിൻ്റെ വിവർത്തനം ആളുകൾ വായിച്ചിട്ടുണ്ട്. 5 രൂപ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പന്നിയെ കൊന്നിച്ചിട്ട് അതിൻ്റെ മാംസം മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി അതിന് ചെതറിച്ചിട്ടിട്ട് അവിടെയുള്ള ആളുകളെ പ്രകോപിതരാക്കി അവരെ തിരിച്ചു കൊണ്ടുവന്ന് പ്രതികാരമായിട്ടൊരു പശുവിനെ കൊല്ലിക്കുകയാണ്. പിന്നീട് കലാപം ഉണ്ടാവുന്നത്. ഇങ്ങനെ പരസ്പരം സമുദായങ്ങളെ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപന രീതിക്കെതിരെ നമ്മളെല്ലാവരും കൂട്ടായി ചിന്തിക്കണ്ടേ? അപ്പം ആ രീതിയിലുള്ള ഒരു സമീപനമല്ല ഇക്കാര്യത്തിൽ വേണ്ടേ. ഈ കാഫിർ എന്ന് പറയുന്ന ഈ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയത് ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടി, ഇനി UDF-കാരാണെങ്കിൽ നമ്മൾ പറയുന്നു UDF-കാരോടായാലും ഒരു ദയയും ഇക്കാര്യത്തിൽ വേണ്ടല്ലോ. കൃത്യമായി ഈ പോലീസ് അന്വേഷണത്തോട് ബന്ധപ്പെട്ട എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തീർത്ത് ഇതിലെ കുറ്റവാളികളെ അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് വലിയൊരു കാര്യം. എന്തായാലും പോരാളി ഷാജിയെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞു, അത്രയും സന്തോഷം. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കൂടി തള്ളിപ്പറയിൽ വേണ്ടേ? അല്ലെങ്കിൽ അന്വേഷണം തീരുന്നവരെ അവരോട് ആ ആളുകളൊന്ന് മാറ്റി നിർത്താനൊക്കെയുള്ള ഒരു സമീപനം ഉണ്ടാവണ്ടേ? അപ്പോൾ ഇതാണ് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വ്യാകുലപ്പെടാനുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു മണ്ഡലത്തിലെ വിജയത്തിൻ്റെ ഒരു പ്രശ്നമാണിത്. അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ മതനിരപേക്ഷപക്ഷത്ത് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന, ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ തമ്മിൽ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ മത്സരം നടക്കേണ്ട ഒരു സ്ഥലമാണ് വടകര. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സാമുദായികമായ പോളറൈസേഷൻ ഉണ്ടാക്കി പരസ്പരം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മലീമസമാകേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കിനി ഇത്തരത്തിലുള്ളൊരു ചർച്ച, ഇത്തരത്തിലുള്ളൊരു വിവാദം, ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം കേരളത്തിൽ നടന്നുകൂടാ. കാരണം ഇത് വലിയ രീതിയിലുള്ള ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും, ആളുകളുടെ ഇടയിൽ ഒരുപാട് രീതിയിലുള്ള വൈരം ഉണ്ടാകും. കാരണം നമ്മൾ ഇസ്ലാമോഫോബിയയിൽ വളരെ ആഴത്തിൽ വിരോധിച്ചിട്ടുള്ള കുറേ ആളുകൾ ഈ സംഭവത്തിലുണ്ട്. ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന സംശയങ്ങളിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് കൂടുതൽ എണ്ണയൊഴിച്ചു കൊടുത്ത് എന്നിട്ട് അവരെ സാമുദായികമായിട്ടോ അല്ലാണ്ടോ ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നീചമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രീതിയിലേക്ക് പോകാൻ നമുക്കൊരു ആരോഗ്യമുള്ള രാഷ്ട്രീയം വേണ്ടേ? ഈ ഇപ്പം ഭാഗ്യവശാൽ ഇപ്പോൾ പോലീസ് ഈ ഹൈക്കോടതി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇതുവരെയുള്ള പുരോഗതിയുടെ റിപ്പോർട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി കാര്യങ്ങളോട് ചെയ്യേണ്ടതുണ്ട്. ഇനി കുറേ ഗ്യാപ്പുകൾ അടയ്ക്കാനുണ്ട്. ഈ കാര്യങ്ങളിൽ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പൊതുപ്രവർത്തകർ കുറേ കൂടി വിവേകം കാട്ടണം. അല്ലാണ്ട് നമ്മളിപ്പോൾ സാങ്കേതികത പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ജയിക്കാൻ പറ്റും. ഒരു തീയതിയുടെയോ ദിവസത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞാൽ നമുക്ക്, പക്ഷെ എന്താ ഇതിനൊരു വലിയൊരു പൊതു സ്വഭാവമല്ലേ, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന, ഈ സമൂഹത്തെ ബാധിക്കുന്ന, നമ്മൾ ഇത്രയും കാലം ഊറ്റം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഷാജി, CPM സംസ്ഥാന സെക്രട്ടറി പറയാണ് റിബേഷിനെ തള്ളി പറയുന്നില്ല, ഈ പോസ്റ്റ് ഷെയർ ചെയ്ത KK ലതിയെ തള്ളി പറയുന്നില്ല. KK ശൈലജ ടീച്ചർ പറഞ്ഞത് ഷെയർ ചെയ്യരുതായിരുന്നു ലതിക എന്ന് പറയുമ്പോൾ ശൈലജ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു വിശദീകരിക്കുമ്പോൾ അദ്ദേഹം റിബേഷിനെ തള്ളി പറയുന്നില്ല എന്നതിനർത്ഥം റിബേഷിനെ പാർട്ടി വിശ്വസിക്കുന്നു, അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൽ നിന്നല്ല അത് ഒറിജിനേറ്റ് ചെയ്യുന്ന പാർട്ടി വിശ്വസിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അല്ല അങ്ങനെ വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ സംസാരിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു പരിധിവരെയെങ്കിലും ലതികയുടെ പങ്കിനെങ്കിലും അവർ തള്ളിപ്പറഞ്ഞു, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ഈ ആളുകൾക്കെല്ലാം കാടടച്ചിട്ടുള്ള അവരെ ആരെയും സംശയത്തിൽ നിർത്തുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും. അതുമാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ താത്വികമായിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു ശരാശരി മനുഷ്യർക്ക് ചിലപ്പോൾ പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഒരു പത്രസമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ട്. അതിൻ്റെ ചില യുക്തികൾ, അതിൻ്റെ ചില തർക്കങ്ങൾ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ഒരു പൊതുസമൂഹത്തോടാണ് പാർട്ടി ഈ വിഷയത്തിൽ സംവദിക്കുന്നത്. പൊതുസമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ പാർട്ടിക്കുള്ളിലാണ് ഈ പാർട്ടിയുടെ ഉള്ളിൽ സെക്രട്ടറിക്ക് സർക്കുലർ കൊടുത്താൽ മതി. പക്ഷെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ജനങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടേ? അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇന്നലെ അവർ പറഞ്ഞ തീരുമാനം, അവരുടെ ആ കൺക്ലൂഷൻ എന്തുകൊണ്ട് തെറ്റായിരുന്നു എന്ന് പറയണ്ടേ? അല്ലാണ്ട് പാർട്ടി തീരുമാനിച്ചതാണ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി തീരുമാനിച്ചതാണെന്ന് പറയുമ്പോൾ ശൈലജ ടീച്ചർ അതിനകത്ത് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് വരില്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. കാരണം വെച്ചാൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് കെ ലതി അത് ഷെയർ ചെയ്തത് അത് വർഗീയത ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഫ്ലാഗ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ്. അല്ല, അങ്ങനെ ഫ്ലാഗ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും എഴുതാറില്ലേ? വർഗീയ പാർട്ടികൾ, വർഗീയത അങ്ങേയറ്റം പറയുന്ന ആളുകൾ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ അത് എന്തിനാ പറയുക, അത്തരത്തിലുള്ള ഹീനകൃത്യത്തിനെതിരെ ജനങ്ങൾ ഒരുമിക്കണം. ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മളെല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ രീതിയിൽ അവരിതല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ആ ഇതിൻ്റെ പോസ്റ്റിൻ്റെ കാര്യത്തിൽ പോലും അതിനൊരു ആധികാരികത ഉറപ്പുവരുത്തിയിട്ട് വേണം ഷെയർ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ട് ചോദിക്കാറുണ്ടല്ലോ, കേരളത്തിൽ ഒരുപാട് കേസുകൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ആളുകളുടെ പേരിൽ ഇത് ആദ്യമായിട്ടല്ല കേസെടുക്കുന്നത്. കേസെടുത്തപ്പോൾ എല്ലാ സമയത്തും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ സാധനം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ കണ്ടന്റ് ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ പേരിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, നടപടി ഉണ്ടായിട്ടുണ്ട്, ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. അപ്പം ഇതൊന്നും പുതിയ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇതിന് മുമ്പ് നടന്ന ആ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അനുവദിച്ചുള്ള അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് അനുവദിക്കാൻ പാടാതെ പോകുന്നത്? അതിഥികളെ തിരികെ ശ്രീ പി എം നിയാസ്, ഈ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അവസാനം പറയുന്നത് ഒന്നാമത്തെ കേസിൽ പ്രതിയായ ആളും രണ്ടാമത്തെ കേസിൽ വിക്ടിമായ ആളും, ഈ ഒന്നാമത്തെ കേസിൽ അദ്ദേഹം പ്രതിയല്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഇനിയും കിട്ടിയിട്ടില്ല എന്നാണ്. അദ്ദേഹം ഇനി മറ്റേതെങ്കിലും സിം നമ്പറിൽ നിന്നോ മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് ഉണ്ടാക്കിയോ എന്നും കണ്ടെത്തേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായും ഈ കാസിം എന്ന് പറയുന്ന MSF പ്രവർത്തകനെ പോലീസ് കുറ്റമുക്തനാക്കിയിട്ടില്ല. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസിൻ്റെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ LDF കൊടുത്ത പരാതി പ്രകാരം ഈ പറയുന്ന സ്ക്രീൻഷോട്ട് മുസ്ലിം ലീഗിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു എന്നാണ് പോലീസ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇതിപ്പോഴും അസന്നിഗ്ധമായി ഇത് CPM ഉണ്ടാക്കിയതാണ് എന്ന് പറയാറായിട്ടില്ല. ജിംസേ, ഇത് രണ്ട് കൂട്ടി വായിക്കണം. ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ കാസിം, MSF പ്രവർത്തകൻ കാസിം, അദ്ദേഹം ഉപയോഗിക്കുന്ന 2 ഫോണുകൾ, ഒരു ഫോണല്ല 2 ഫോണുകൾ, വാട്സപ്പുള്ള 2 ഫോണുകളും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വടകര ഇതൊന്നും സ്ഥലം മാറ്റപ്പെട്ട SP അദ്ദേഹത്തിൻ്റെതായ ഒരു അറിയിപ്പ് കാസിമിന് കൊടുക്കുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് മുമ്പാകെയും പറഞ്ഞു, കാസിം ഇക്കാര്യത്തിൽ കുറ്റവാളിയല്ല, കാസിം ഇക്കാര്യത്തിൽ ഉണ്ടാക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് അങ്ങ് കോടതിയിൽ കൊടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പം തീർച്ചയായും ഞാൻ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പോയി കണ്ടപ്പം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഇന്ന് വടകര SP ഈ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു. കൂട്ടത്തിൽ കുറേ ആളെ കൂടി മാറ്റി, കാരണം അദ്ദേഹത്തെ മാത്രമായി മാറ്റി എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട്. എല്ലാ ചർച്ചകളിലും വളരെ പ്രസന്നതയോടുകൂടി കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരാളാണ് അനിൽകുമാർ. ഇന്ന് അനിൽകുമാർ വേർക്കുന്നത് നമ്മൾ കാണുകയാണ്, അദ്ദേഹത്തിന് പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ഇത്രയും ഒരു കേസിൽ അത് ന്യായീകരിക്കാൻ പറ്റാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മുസ്ലിം ലീഗ്, അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കി UDF പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം അബദ്ധവശാൽ DYFIയുടെ മേഖലാ പ്രസിഡന്റ് കിട്ടിയാൽ അത് തെറ്റാണെന്നും പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ ദോഷമായി ഭാവിക്കുന്നതാണെന്നും അല്ലെങ്കിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ കഴിയുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിയും വിവരമുള്ള ആളാണല്ലോ DYFIയുടെ മേഖലാ പ്രസിഡന്റ്. അതേപോലെ അദ്ദേഹം പാർട്ടിയുടെ മെമ്പറുമാണല്ലോ. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ റെഡ് ബറ്റാലിയനും അമ്പാടിമുക്കിനും ഒന്നും കൊടുക്കുകയല്ല അദ്ദേഹം വേണ്ടത്. അദ്ദേഹം പാർട്ടിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും
ഉടനെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യേണ്ട സാമാന്യ മര്യാദയല്ലേ ചെയ്യേണ്ടത്? തൻ്റെ പാർട്ടിക്കെതിരായി, ഞങ്ങളുടെ പാർട്ടിക്കെതിരായി ഒരു അബദ്ധവശാൽ എൻ്റെ ഫോണിലേക്ക് ഒരു വാർത്ത അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സാധനങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ എൻ്റെ ഏറ്റവും പെട്ടപ്പെട്ട എൻ്റെ പാർട്ടി സഖാക്കൾക്ക് അവരുടെ പോരാളികളായ സൈബർ പോരാളികൾക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കുകയും ആ സൈബർ പോരാളി ഞാനിട്ടത് കൊണ്ട് അത് ആധികാരികമാണ് എന്നുള്ള ധാരണയിൽ സൈബർ പോരാളികൾ നാട് നിങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു സാഹചര്യം ഇല്ലാതാക്കുമായിരുന്നില്ലേ? അതെന്തുകൊണ്ട് ഇല്ലാതാക്കിയില്ല? പോരാളി ഷാജി നിങ്ങൾ ആളല്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇദ്ദേഹം കൊടുത്ത സൈബർ ഗ്രൂപ്പ് റെഡ് ബറ്റാലിയൻ അതിൻ്റെ അഡ്മിൻ CPM-കാരനാണല്ലോ. അതിൻ്റെ അഡ്മിനിൽ പാനലിൽ ഒരാൾ പോലും CPM-കാരല്ലാത്ത DYFI-കാരല്ലാത്തവരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്ക് എന്തിനിത് കൊടുക്കുന്നു? ഇത് സത്യസന്ധമാണെന്ന് അന്വേഷിക്കേണ്ടത് സൈബർ പോരാളികൾക്കല്ലല്ലോ കൊടുക്കേണ്ടത്, പാർട്ടിക്കോ പോലീസിനോ കൊടുക്കാമായിരുന്നല്ലോ. നിയാസിനെ ഒരു സംശയം ചോട്ടെ. ഇപ്പോൾ ഇത് ഈ കാഫിർ പരാമർശം വർഗീയമാണ്, അത് വർഗീയ ധ്വനിയുള്ളതാണെന്നതിൽ തർക്കമില്ല. ഇനി UDF-ൻ്റേതാണ് എന്ന രീതിയിൽ പ്രചരിച്ച ചില കാർഡുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൽ നിന്ന് വായിക്കാം. ഒരു 10-12 എൻ്റെ കയ്യിലുണ്ട്. ലവ് ജിഹാദ് ഉണ്ട്, ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെണ്ണുകളിൽ ലവ് ജിഹാദിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് KK ശൈലജ ഇങ്ങനൊരു കാർഡ് പ്രചരിച്ചിരുന്നു. ഇതും വർഗീയമല്ലേ? ഇതും ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചാണെന്നിരിക്കട്ടെ, അവർക്ക് കേസെടുത്തു. LDF-ലും ആരെങ്കിലും ഒരാൾ, LDF-ന് വോട്ട് ചെയ്യുന്ന ഒരാൾ പ്രചരിപ്പിച്ചതാവാൻ വഴിയില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടന്നിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നിലപാട് എന്തായിരുന്നു? അവിടെയാണ് ആ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ ഒരു നേതാവും, പ്രധാനപ്പെട്ട ഒരു നേതാവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയപ്പെട്ടപ്പോൾ ഉടനെ ഞങ്ങളുടെ പോരാളികൾക്ക് അയച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. അത് കണ്ടെത്തി ഉടനെ അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് കർശന നിർദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയത്. അത് ഞങ്ങളുടെ ഇൻറ്റൻഷനാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള വർഗീയ വിഷം കത്തിക്കാതിരിക്കുക എന്ന ഞങ്ങളുടെ നിലപാടാണ്. ഇവിടെ ചെയ്തത് എന്താണ്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ആയിരക്കണക്കിന് മെസ്സേജ് കിട്ടുന്നു, ആയിരക്കണക്കിന് മെസ്സേജ് വായിച്ചു നോക്കാതാണോ സഖാക്കൾ കൊടുക്കുന്നത്? സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഇതുപോലെയാണോ സഖാക്കൾ പ്രചരിപ്പിക്കുന്നത്? സഖാക്കൾ പ്രചരിപ്പിച്ചത് തെറ്റാണ്. ഞങ്ങൾ പറയട്ടെ, സഖാക്കളെക്കുറിച്ച് നിങ്ങൾ വലിയ വാദം പറയല്ലോ. ഞങ്ങളുടെ സഖാക്കളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഭാര്യമാരെയും കുടുംബത്തിനെയും ഒക്കെ കൺട്രോൾ പാർട്ടിക്കാണെന്ന് പറയും. എന്തേ പാർട്ടി തന്നെ അന്വേഷിക്കാത്തത്? ഒരു സഖാവ് MLA ആയിരുന്ന ഒരു സഖാവ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അന്വേഷണം നടത്തിയല്ലോ. അന്നത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പാർട്ടി കോടതിയും ജഡ്ജിമാരും പോലീസും ഒക്കെ ഉണ്ടെന്ന്. എന്തേ പാർട്ടി അന്വേഷിക്കാത്തത്? 6 മാസമായിട്ടും പാർട്ടി എൻ്റെ മോനെ സഖാവേ ഒന്ന് വരാമോ, ഒന്നാട് കാര്യം എന്ന് ചോദിക്കാമായിരുന്നല്ലോ. ചോദിക്കാനൊരു അന്വേഷണ കമ്മീഷൻ വെച്ചില്ലല്ലോ. നാട് നീളെ അന്വേഷണ കമ്മീഷൻ വെക്കുന്ന ആളുകൾ എന്തുകൊണ്ട് വെച്ചില്ല? ദുരൂഹത. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 6 മാസമൊക്കെ ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് SP പറഞ്ഞ കാര്യം പോലും അരുൺകുമാർ ഏറ്റെടുക്കുന്നില്ലല്ലോ. എന്തിനാ SP മാറ്റിയത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് SP അനഭിമതനായി. കാരണം SP എല്ലാ സത്യങ്ങളും പുറത്തു പറഞ്ഞു. SP പറഞ്ഞതുകൊണ്ടും ബന്ധപ്പെട്ടതുകൊണ്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോലീസ് അന്വേഷണം അത് എവിടെയോ അവസാനിപ്പിക്കാൻ പോകുന്നു, എവിടെയോ അത് ഇല്ലാതാക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയത്. ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയത് കൊണ്ടുമാണ് ഇത് മുന്നോട്ട് പോയത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ. ഇപ്പോൾ അജിംസ് ചോദിച്ച ചോദ്യത്തിന് അരുൺകുമാർ മിണ്ടിയില്ലല്ലോ. ആദ്യം നിങ്ങൾ കൊടുത്ത DYFI-ക്കാരൻ്റെ പരാതിയിൽ പ്രതിയുണ്ട്. ഈ പേരിൽ ഇതുവരെ സാക്ഷിയുമില്ല, പ്രതിയുമില്ല, ഒന്നുമില്ല. അങ്ങനെയുണ്ടോ ഒരു ഏർപ്പാട്? അങ്ങനെയുണ്ടോ ഒരു സംവിധാനം? ഇപ്പോൾ ഒരു കാര്യം തുറന്നു പറയും, ശൈലജ ടീച്ചർ പറയുന്നുണ്ടല്ലോ ഇത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു. ലതിക അത് പ്രചരിപ്പിക്കാൻ പാടില്ല. ലതിക ഇതുവരെ അത് നീക്കം ചെയ്തില്ലല്ലോ. ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് നീക്കം ചെയ്തില്ലല്ലോ. അപ്പോൾ ലതിക അറിയാത്ത ഒരു വിവരവുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയൊന്നും അല്ലല്ലോ. MLA ആയിരുന്ന ആളല്ലേ, പാർട്ടി സെക്രട്ടറിയുടെ ബന്ധുത്വമുള്ള ആളല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് വ്യക്തമാണ്. ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ സ്ഥിരം ഏർപ്പാടാണ്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് പോലെ തന്നെ ഗീബൽസിൻ്റെ സിദ്ധാന്തം അത് IMS-ൻ്റെ കാലം മുതലുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇത് ആദ്യമായിട്ടല്ല ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഗോവിന്ദൻ ഇതിനു മുമ്പും പറഞ്ഞു എൻ്റെ പേരിൽ അശ്ലീല വീഡിയോ കാസറ്റ് ഇറങ്ങിയിട്ടില്ല, അശ്ലീലമായ പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് അന്നത്തെ സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ, സ്ഥാനാർത്ഥി അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നതാണ് നിലപാട് എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
അന്നും ഇതേ ഗോവിന്ദൻ മാഷ് യാതൊരു നാണവും ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നതാണ് ശരി, അത് അവരങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന്. സ്വന്തം കാര്യത്തെക്കുറിച്ച് പറയാൻ അവർ പറഞ്ഞത് പോലും അത് തള്ളിപ്പറഞ്ഞ സഖാവ് ഗോവിന്ദൻ CPM-ന് മാത്രമല്ല കേരളത്തിന് തന്നെ അപമാനമാണ്. CPM-നെ പോലെയുള്ള ഒരു മതനിരപേക്ഷ പാർട്ടിയെന്ന് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന പാർട്ടിക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെയെങ്കിലും മാറ്റുവാൻ ഈ വലിയ മതേതര പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മതങ്ങളെ തമ്മിലടിപ്പിക്കാത്ത പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM അതെങ്കിലും കാണിക്കുവാൻ തയ്യാറാകണം. ശരി, ശ്രീ അരുൺകുമാർ, 17 കേസ് ഈ UDF പ്രവർത്തകർക്കെതിരെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ എടുത്തിട്ടുണ്ടെന്ന് ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട്. UDF-ൻ്റെതെന്ന് തോന്നിപ്പിക്കുന്നത്, അതായത് ശൈലജ ടീച്ചർക്കെതിരായ ഒരു 10-12ഓളം മെറ്റീരിയൽസ് ഈ UDF ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയില്ല, കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത്തരം വിവരങ്ങളുണ്ട്. അതിൽ പലതും വർഗീയവും കൂടിയാണ്. അതായത് ശൈലജ ടീച്ചറെ കുറിച്ച് അങ്ങനെ വർഗീയമായ ഒരു ചായൽ പെയിന്റ് ചെയ്യുന്ന നിരവധി വ്യാജ വാർത്തകളോ കാർഡുകളോ ഒക്കെ പ്രചരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ ഈ 17 കേസുകളിൽ പ്രതിയുണ്ട്, 17 കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ കേസിൽ 4-5 മാസമായിട്ട് പ്രതിയുണ്ടോ വിക്ടിമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പോലീസ് ഉഴലുകയാണ്. ഇവിടെയും സയന്റിഫിക് പരിശോധന നടന്നുണ്ടല്ലോ, ഇവിടെയും നടക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ മാത്രം എന്താണ് ഇങ്ങനെ എന്തോ ദുരൂഹതയുണ്ടോ ഇതിൽ? ഈ കേസുകളെല്ലാം തന്നെ ശക്തമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങ് തന്നെ ചൂണ്ടിച്ച് കാണിച്ചല്ലോ 10 കാർഡുകൾ ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള താങ്കളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം കാർഡുകൾ ആരോ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് കാര്യം, എല്ലാവരും ബഹുമാനിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ തന്നെ ടീച്ചറമ്മയല്ല ബോംബമ്മയാണെന്ന് പറഞ്ഞ് കാർഡ് ഇറക്കി. ആരാ ഇറക്കിയത്? അതുപോലെ മറ്റൊരു ചാനലിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറോട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് വീഡിയോ ഇറക്കി. മാതൃഭൂമി ചാനലിന്റെ പേരിൽ ലവ് ജിഹാദ് ഉണ്ട് ടീച്ചർ എന്ന് പറഞ്ഞ് കാർഡ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയപ്പോൾ പ്രതിക്കൊപ്പം ടീച്ചർ എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് മാത്രമാണോ? ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാ പ്രചരിപ്പിച്ച്? യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ? അങ്ങനെ പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. പല വീഡിയോ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന നേതാക്കന്മാരുടെ പേരുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് തന്നെ ചില UDF നേതാക്കന്മാരുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വാദത്തിന് അതൊന്നും പറയുന്നില്ല. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 17 കേസിൽ 2 കേസ് മാത്രമാണ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തത്. അതിലെല്ലാം അന്വേഷണത്തിന് ഫോറൻസിക് പരിശോധന വേണം, പല മൊബൈൽ ഫോൺ സീസ് ചെയ്യണം, അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിടണം. അതിന്റെ അന്വേഷണ ഘട്ടത്തിലാണ്. ഇതിലൊന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രതിയെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചതിന്റെ ഭാഗമായി ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ ചർച്ച ചെയ്യുമ്പോൾ ഒരു അക്ഷരം ഞാൻ ഉരിയാടിയില്ല. അല്ല, ശരിയായ രീതിയൊന്നുമല്ല. ഞാൻ വളരെ സൗഹാർദ്ദപരമായി താങ്കളുടെ ചർച്ച കേട്ടയാളാണ്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിച്ചതിന്റെ ഭാഗമായി ആകെ 2 പേരുടെ തെരഞ്ഞെടുപ്പേ റദ്ദാക്കിയിട്ടുള്ളൂ. ആരുടെയാ? ഒന്ന് നിങ്ങളുടെ നേതാവ് KM ഷാജിയുടെ, 2 PC തോമസിന്റെ. ഈ 2 പേരുടെ തെരഞ്ഞെടുപ്പേ മതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ട് റദ്ദാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതിയും ശരിവച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയോ? അപ്പൊ അതുകൊണ്ട് ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ കൃത്യമായി ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങൾ ചർച്ച നടത്തും, UDF ആരോപണം ഉന്നയിക്കും, എല്ലാം CPM-ന്റെ തലയിൽ വയ്ക്കും. കുറെ കഴിഞ്ഞ് സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വരും. അത് CPM-നോട് ഈ ചോദ്യം ചോദിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു മാഷാ അല്ലാ സ്റ്റിക്കർ ഓർമ്മയുണ്ടാവും അരുൺകുമാറിന്. അതെ, മാഷ ആയിക്കോട്ടെ. അല്ല, ഞാൻ മാധ്യമങ്ങളുടെ കാര്യം ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോ പറഞ്ഞു, ആധികാരികമായി ഒരു കൊലപാതകത്തിൽ തെറ്റായി ഉപയോഗിച്ച ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം നിങ്ങൾക്ക് നേരെ വരുന്നത്. അതല്ലാതെ നിങ്ങൾ നിരപരാധികളായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളെ അപരാധികളായി പെയിന്റ് ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു പൂർവ്വ ചരിത്രം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്. അല്ല, ഞാൻ അതിന് തന്നെ ഉത്തരം പറയുന്നത്. നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ചോദ്യം ചോദിച്ചോ? നിങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയോ? AKG സെന്റർ ആക്രമിച്ച് CPM-ന്റെ തന്നെ പല തർക്കങ്ങളുടെ ഭാഗമാണെന്ന് 3-4 മാസം ചർച്ച ചെയ്തു. അതുപോലെ ബിരിയാണി ചെമ്പും സ്വർണ്ണക്കള്ളക്കടത്തും ഖുറാന്റെ ഉള്ളിൽ സ്വർണം, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരു എത്ര മാസം ചർച്ച നടത്തി. അവസാനം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലും ഒരു തെളിവിന്റെ തരിമ്പ് പോലും ഇല്ലാതെ ഇടയ്ക്ക് വെച്ച് അന്വേഷണം പൂർത്തീകരിച്ചാൽ നിങ്ങൾ അത് അറിയില്ല, നിങ്ങൾ കണ്ടതായി നടിക്കില്ല. അത് നിങ്ങളുടെ ശൈലി, അതായിക്കോട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് വിചാരണ നടത്താം. പക്ഷെ സത്യസന്ധമായി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. ആരെങ്കിലും ഇപ്പോ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിച്ചല്ലോ ഈ ചർച്ചയുടെ ഭാഗമായി, എന്തായിരുന്നു
ഇവിടെ ശ്രീ കെ ലതിക പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും വർഗീയത ആകാമോ എന്നതാണ് അതിന്റെ ഹെഡിങ്. കാരണം ഇത്തരത്തിലൊരു പ്രചരണ സാമഗ്രി പ്രചരിക്കുന്നുണ്ട്, ഇത്രയും വർഗീയത ആകാമോ? പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയും, തെരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷെ സമൂഹത്തിൽ വിള്ളലുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്ന പോസിറ്റീവ് മൈൻഡോടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ പറഞ്ഞില്ലേ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി. ഇന്ത്യയിൽ നടന്ന ഏറ്റവും 3 എടുത്താൽ അതിലൊന്നായി ദുരന്തം മാറി. കേരളത്തിൽ ഇത്രയും വലിയ ഉരുൾപൊട്ടുണ്ടായില്ല. ഇനി ആരും കുടുക്ക പൊട്ടിക്കില്ല, ഇനി ആരും ഉമ്മമാർ ആടിനെ വിൽക്കില്ല എന്ന് പറഞ്ഞ് വീഡിയോ പ്രചരിച്ചു. ആ സമയത്തും അത് പോസ്റ്റ് ചെയ്ത് എന്തിനാ? ഈ ദുരന്ത ഘട്ടത്തിൽ ഇത്തരം വീഡിയോ പാടില്ല എന്ന സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുക. ഇവരെല്ലാം ഇത് പ്രചരിപ്പിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പ്രചരണം പാടില്ല എന്ന മനസ്സോടെ ചെയ്യുന്നവരുണ്ട്. ഇത് എവിടെന്നാ വന്നതെന്ന് കണ്ടുപിടിക്കട്ടെ. മൊബൈൽ ഫോൺ ഇവരെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ. മെറ്റയും ഫേസ്ബുക്കും സഹകരിച്ചാൽ കൃത്യമായി ഇതിന്റെ പ്രതികളെ കണ്ടെത്താം. ഞങ്ങൾ ഇപ്പോഴും ആധികാരികമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. ഇടപെടാത്തതിന്റെ ഭാഗമായി തന്നെയാണ് ഇവരെല്ലാം മൊബൈൽ ഫോൺ തന്നെ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വലിയ സാങ്കേതിക വിദ്യയല്ലേ, എല്ലാം കണ്ടെത്താൻ കഴിയുമല്ലോ. റൂറൽ എസ് പിയെ മാറ്റിയതിൽ ഒരു അസ്വാഭാവികതയുമില്ല എന്നാണോ അരുൺകുമാർ? ഈ റൂറൽ എസ് പിയെ മാറ്റിയതിൽ ഒരു അസ്വാഭാവികതയുമില്ലെന്നാണോ? യെസ്, ആ പോയിന്റിലേക്ക് വരണം. കാരണം ഇവിടെ സ്റ്റേറ്റ് പോലീസിൽ അഴിച്ചുപണി നടന്നു. എല്ലാ ജില്ലയിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഷഫലിംഗ് എല്ലാ രംഗത്തും നടന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ ആകമാനം പോലീസ് ഷഫലിംഗ് നടക്കുമ്പോൾ അത് വടകരയിൽ നടന്നാൽ അത് വലിയ ആരോപണമായി ഉന്നയിക്കുക. ഇവർക്ക് എന്തെങ്കിലും വേണ്ടേ? ഇപ്പൊ 10-15 ദിവസമായി നമ്മളെല്ലാം ഈ ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോ ഒന്നും പോലും ഇവരുടെ കയ്യിലില്ല. ആകെ ഇവർ കൊണ്ടുവന്നത് കൊടുത്ത ബ്രെഡിൽ പൂപ്പലാണ്, ഡേറ്റ് കഴിഞ്ഞു എന്നാ. ദുരിതാശ്വാസ ക്യാമ്പിൽ ബ്രെഡ് കൊടുത്തിട്ടില്ലെന്ന് വന്നപ്പോ ഇവരുടെ ആ ആരോപണം പൊളിഞ്ഞു. ഇന്നത്തെ ഇപ്പൊ CJM കോടതി പറഞ്ഞല്ലോ, വ്യാജ ID കാർഡ് കൊണ്ടുവന്ന എല്ലാ പ്രൊഫൈലും വേണമെന്ന്. അപ്പോ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒന്നും കിട്ടാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയണം. അപ്പൊ അങ്ങ് പറഞ്ഞു ചർച്ചയിൽ വന്നിരുന്ന് വേർക്കുകയാണെന്ന്. ഞങ്ങൾ സത്യസന്ധമായി വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നേരത്തെയും പല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കിടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഈ ആരോപണമൊക്കെ ഉന്നയിച്ചതാണ്. അവസാനം ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് കാലഘട്ടം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8 കൊല്ലമായി നിങ്ങൾ ആരോപിച്ച ഏതെങ്കിലും ഒരു ആരോപണം ഈ കേരളത്തിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഒരു ഉദാഹരണം പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തിപ്പോകാം. എത്രയോ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു, വീണ്ടും ആരോപണങ്ങളുടെ പുറകെ നിങ്ങൾ പോയി. പൊതുസമൂഹത്തിൽ കൃത്യമായിട്ടുണ്ട് ഏതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് തർക്കങ്ങൾ ഉന്നയിച്ചത്, പിടിച്ചു നിൽക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്, ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശ്രീ ഷാജി, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ വടകര റൂറൽ SP മാറ്റിയതോടൊപ്പം മറ്റ് ജില്ലാ പോലീസ് മേധാവിമാരെ മാറ്റിയിട്ടുണ്ടോ? ഇതില് ആരോപണങ്ങളാണ്. ഇപ്പോൾ പൊതുവായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറ്റാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണോ അല്ലെങ്കിൽ ഇതൊരു ലക്ഷ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു സ്പെക്കുലേഷൻ്റെ മുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്ര നേരം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഒരു സമൂഹത്തിൽ ഒരു അനീതി നടക്കുന്നു, ഒരു വലിയ തെറ്റ് നടക്കുന്നു, സാമുദായികമായ വിഭജനം ഉണ്ടാക്കുന്ന ഒരു ബോംബ് നമ്മുടെ മുന്നിൽ വരുന്നു. അതുമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അമ്പാടിമുക്കിലെ സഖാക്കളിലേക്കാണോ, അതുപോലെ തന്നെ ഈ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഈ സൈബർ ഗുണ്ടകളുടെ അടുത്തേക്കാണോ? ഈ സൈബർ ഗുണ്ടകളാണോ നീതി നടത്തേണ്ടത്, അതോ നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പരാതി കൊടുക്കേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലാണ്, അല്ലാതെ സൈബർ ഗുണ്ടകൾക്ക് കൊടുത്ത സൈബർ ഗുണ്ടകളുടെ ഉറവിടം പോലും വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെയാണ് അല്ല, അമ്പാടിമുക്കിലെ സഖാക്കൾക്ക് അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഉറവിടം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ആളുകൾ, ജനാധിപത്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാത്ത ആളുകൾ, നീതി നിർവഹണത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, സ്വന്തം പോലീസിനെ പോലും വിശ്വസിക്കാതെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് സൈബർ ഗുണ്ടകൾക്ക് വിട്ടുകൊടുത്ത് സൈബർ ഗുണ്ടകൾ നീതി നടപ്പാക്കും എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ അതിനകത്തും പറയട്ടെ, ഇപ്പൊ പോലീസിൽ നിങ്ങളുടെ ആളുകൾ പരാതി കൊടുത്തു, തിരിച്ചൊരാളോട് പരാതി കൊടുക്കാനുണ്ടായത് കൊണ്ടല്ലേ ഹൈക്കോടതി വരെ എത്തിയത്? ഹൈക്കോടതി വരെ എത്തിയത് എന്തുകൊണ്ടാണ്? ഇത് തിരിച്ച ഒരാൾ പരാതി കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യൻ, അയാൾ പരാതി കൊടുക്കാൻ തയ്യാറായി. അതിൽ അന്വേഷണം എവിടെയാണ്? എന്താണ് അരുൺകുമാർ? അതെ, ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചല്ലോ, ഇത്തരത്തിൽ സൈബർ ഗുണ്ടകൾക്ക് ഇട്ടുകൊടുക്കുകയാണോ എന്ന് ചോദിച്ചു. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോ സ്ഥാനാർത്ഥിയുടേതെന്ന രൂപത്തിൽ ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട KPCC പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇത്തരത്തിലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന. ഒരു 1.5 വർഷം മുമ്പല്ലേ, അവരുടെ നാടാണിത്.
അത്തരത്തിൽ ആരാണ് പ്രചരിപ്പിക്കാത്തെന്ന് ചോദിച്ച UDF നേതാക്കന്മാരാണ് ഇവിടെ വന്ന് തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം UDF നേതാവല്ല. ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടട്ടെ. അദ്ദേഹം UDF ന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വക്കീലായിട്ട് പറയല്ല. അല്ല, ഞാൻ പ്രതിപക്ഷ അദ്ദേഹത്തെ നേതാവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് UDF സംസാരിക്കല്ല. നേതാക്കന്മാരടക്കം ചർച്ചയിൽ വന്ന് അല്ല, UDF ചെയ്യും പോലെയൊക്കെ നിങ്ങൾ ചെയ്യോ? UDF പ്രതിനിധി അരുൺകുമാർ, UDF ചെയ്യുന്ന പോലെ ചെയ്യാനാണോ നിങ്ങൾ? ഇല്ല. അല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ, അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടാതെയാണ് LDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോ സമയമെടുത്ത് നല്ല അന്വേഷണം നടത്തി, ശാസ്ത്രീയ പരിശോധന നടത്തി, സത്യം പുറത്തു കൊണ്ടുവന്ന പോലീസാണ് കേരള പോലീസ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനമുള്ള സ്റ്റേറ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ് മാറിയത്. നമ്മുടെ അന്വേഷണ ഏജൻസിയെ ഏറ്റവും മികച്ച ഏജൻസിയായിട്ട് മാറിയത്. സത്യം പുറത്തു വരട്ടെ. നിങ്ങൾ സമയം മാറ്റി വെച്ചോ. സത്യം പുറത്തു വരുമ്പോൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. അന്നേരം ഈ ആരോപണങ്ങളൊക്കെ പിൻവലിച്ച് UDFന്റെ പ്രതിനിധിക്ക് പോകേണ്ടി വരും. ശരി. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ PM നിയാസ്, ശ്രീ K ഷാജി, ഇത്രയും സംസാരിച്ചത്.